അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലു. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ആത്മബോധമുദിച്ചു ഭേദബുദ്ധി മറന്നു, ആത്മബോധമുദിച്ചു ഭേദബുദ്ധി മറന്നു, ആത്മാവിൽ കളിയാടുന്ന ആനന്ദരൂപനിവൻ. ആത്മാവിൽ കളിയാടുന്ന ആനന്ദരൂപനിവൻ. ജന്മപാപം ഒഴിഞ്ഞു കർമ്മദോഷം അകന്നു, ജന്മപാപമൊഴിഞ്ഞു കർമ്മദോഷമകന്നു, ജീവന്റെ ഉടമസ്ഥനൻ ആത്മാവിൽ ആനന്ദിപ്പൂ. ഗുരുപ്രസാദിനി അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നിലവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഉന്നതനാകുന്ന ദൈവം ലോകത്തിൽ എഴുന്നള്ളി വാണിരുന്ന ആദ്യ തിരുവുടലിൽ തന്നെ ആ വാഴ്ചക്കാലത്ത് ജന്മം ലഭിക്കുവാനും ആ തിരുനാവ് കൊണ്ട് ജഗദമ്മ എന്ന് നാമകരണം ചെയ്യുവാനും ഭാഗ്യമുണ്ടായ ഒരു ജന്മമാണ്. എന്നാൽ മറ്റ് നമ്മൾ ബാല്യകാലത്ത് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന അന്നപ്രാശനം, മറ്റ് കർമ്മങ്ങൾ, അതിനൊന്നുമുള്ള അവസരം ഉണ്ടായില്ല. അപ്പോഴേക്കും ആ ശരീരത്തിൽ നിന്നും ഭഗവാൻ മാറിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി വന്ന് വാഴുന്ന കാലത്ത് വീണ്ടും സന്നിധാനത്തിലെത്തുകയും ഉന്നതമായി ആദർശത്തിൽ ഒത്തു ജീവിക്കുകയും ഭഗവാന്റെ കണ്ണിലുണ്ണിയായി മാറുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 10-13 വയസ്സുള്ളപ്പോൾ മുതൽ ഈ സന്നിധാനത്തിൽ പലപ്പോഴായി വന്ന് നിൽക്കുകയും തുടർന്ന് സ്ഥിരമായി അന്തേവാസിയാവുകയും ചെയ്തു. അക്കാലത്ത് ചെറുപ്പക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 10-18 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വന്ന് അന്തേവാസിയായി ചേരുന്നത്. ഇങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രണ്ടാം തിരുവുടലിൽ ആ കർമ്മങ്ങൾ ചെയ്ത് ജീവിതം ചെയ്തു. അതിനുശേഷം വീണ്ടും ഗുരുപ്രസാദ് ഗുരുദേവനിലേക്ക് ശക്തി ഉദയമായി തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ തിരുവിഷ്ടത്തിന് ഒത്തു ജീവിക്കുകയും ആ തിരുനാവിൽ നിന്ന് ഗുരുപ്രസാദിനി എന്ന നാമം അനുഗ്രഹമായി ലഭിക്കുകയും ചെയ്ത പുണ്യാത്മാവാണ്. വീണ്ടും സദാനന്ദ ഗുരുദേവൻ്റെ കാലത്തും ഇന്ന് ഈ ശരീരത്തിലും
ആ കർമ്മം തുടർന്ന് ചെയ്യുവാൻ കൂടുതൽ സമയവും നിങ്ങളാരും പുറത്ത് ആ അമ്മയെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എപ്പോഴും അകത്ത് തന്നെയാണ്. പാചക ജോലികളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് അതീവ ശ്രദ്ധയോടുകൂടി ആ കാര്യം നിർവഹിക്കുക ഒരു തപസ് പോലെ. വെളിയിൽ ഇവിടെ പ്രദക്ഷിണം നടക്കുന്നു അല്ലെങ്കിൽ ഘോഷയാത്ര പോകുന്നു, ഇതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ഭക്ഷണം അത് ആർക്കാണ് ഒരുക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നതെന്നും ഏത് വിധത്തിലായിരിക്കണമെന്നൊക്കെയുള്ള ആ ചിന്തയോടുകൂടി ഒരു തപസ്സോടുകൂടി അത് നിന്ന് പ്രവർത്തിച്ച ഒരാത്മാവായിരുന്നു. ആ വിധത്തിൽ പ്രവർത്തിക്കുന്നവരാരും ഇന്നില്ല എന്നുള്ളത് ആ പ്രത്യേകത. അങ്ങനെ ഭഗവാന്റെ ഇഷ്ടം ചെയ്ത് ഒരു പ്രസാദിനി എന്ന് നാമകരണം ചെയ്ത് അവസാന ഭാഗം കുറച്ചു കാലം ശയ്യാവലംബയായിരുന്നു. എങ്കിൽ പോലും സമ്പൂർണമായ ഒരവസ്ഥയിൽ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ബാഹ്യവശാലുള്ള നിയമമനുസരിച്ച് അന്തേവാസിയായി ജീവിക്കുന്നവർ കടന്നു പോകുമ്പോൾ ഇവിടെ അന്തേവാസികളായുള്ളവരും സന്യാസ പരമ്പരകളും ഒത്തുചേർന്ന് അതിൻ്റെ നാമത്തിലൊരു വിളക്ക് സമർപ്പിക്കുക പതിവാണ്. അതിപ്രകാരം അന്തേവാസികളും സന്യാസ പരമ്പരകളും ചേർന്ന് ഒരു വിളക്ക് നൽകുവാൻ തീരുമാനിച്ചു. അപ്പോൾ ബന്ധുജനങ്ങളായിട്ട് കുറച്ച് പേരുണ്ട്, അവരും അതോടുകൂടി ചേർന്ന് കുറച്ച് തുക സമർപ്പിച്ചു. ആ വിധത്തിൽ ആ നിലവിളക്ക് ഇപ്പോൾ ഞാൻ സ്വീകരിക്കുകയാണ്. ആത്മാവിനെ നിത്യശാന്തിയിലേക്ക് ഈശ്വരൻ ലയിപ്പിക്കുവാനാകട്ടെ. മനുഷ്യ നീ ചിന്തിക്ക, അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. 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 അഖിലേശൻ കളിയാടും മായാലോകെ തന്റെ കളികൾ നടത്തിടുമ്പോൾ കരയാനെന്ത്. അഖിലേശൻ കളിയാടും മായാലോകെ തന്റെ കളികൾ നടത്തിടുമ്പോൾ കരയാനെന്ത്. മനുഷ്യ നീ ചിന്തിക്ക, അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. മനുഷ്യ നീ ചിന്തിക്ക, അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. സർവസൃഷ്ടാവാകുന്ന ദൈവത്തിൻ്റെ വിതയും കൊയ്ത്തുമാണ് ജനനവും മരണവും. വിതയും കൊയ്ത്തുമാണ്. വിതയ്ക്കുന്നു ബ്രഹ്മജ്ഞാന വിത്ത്, കൊയ്യുന്നതോ പ്രകൃതിയാതീതമായി നിൽക്കുന്ന ശക്തിയുടെ പ്രകാശത്തെ സ്ഫുടം ചെയ്ത് അതിനെ ഫലമാക്കിയെടുത്ത് അതിനെയാണ് കൊയ്യുന്നത്. അത്ഭുത പുരുഷൻ, അമാനുഷികൻ, ആനന്ദവല്ലഭൻ മാജിക്കുകാരനല്ല. മാജിക്ക് കാണിക്കാൻ വന്നതല്ല. ഉത്ഭവകാലത്ത് വിതച്ച ബ്രഹ്മജ്ഞാന വിത്തിൻ്റെ ഫലം ആത്മാവായി സ്വീകരിപ്പാൻ കലിയെങ്കിൽ ഉടയവൻ ആഗതനായിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഉപദേശിക്കുന്നത്. ഈ സൃഷ്ടിയുടെ വ്യവസ്ഥയാണ്. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, എങ്ങനെയാണ് നിലനിൽക്കുന്നത്, എവിടെ ചെന്ന് ചേരും,
ആ രഹസ്യം അറിയിക്കുവാൻ, അത് തെളിയിക്കുവാൻ, അനുഭവമാക്കുവാൻ ഒരു സാധാരണക്കാരന് സാധ്യമല്ല. സൃഷ്ടിക്കത് സാധ്യമല്ല, സൃഷ്ടിലോകത്തിൽ ആർക്കും സാധ്യമല്ല. അത് സൃഷ്ടാവാകുന്ന ദൈവത്തിനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. മറ്റൊരിടത്ത് പറഞ്ഞു, സൃഷ്ടാവിനുള്ളൊരധികാരങ്ങൾ സൃഷ്ടികൾ കൊട്ടുമേ നൽകിയില്ല. സൃഷ്ടാവിനുള്ളൊരധികാരങ്ങൾ സൃഷ്ടികൾ കൊട്ടുമേ നൽകിയില്ല. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തെ നടത്തിയതെല്ലാം ആരാണ്? സൃഷ്ടാവാകുന്ന ദൈവമാണ്. ആ ദൈവത്താൽ അല്ലാതെ ഇതിനെ വ്യവസ്ഥപ്പെടുത്തി ഒരു ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാൻ മറ്റൊരാളിന് സാധ്യമല്ല. അതുകൊണ്ടാണ് അന്ത്യയുഗത്തിൽ തന്നെ താണിറങ്ങി വന്നു എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. തന്നെ താണിറങ്ങി വന്ന് ഈ രഹസ്യങ്ങളെ തെളിയിക്കുകയാണ്, ജന്മാന്തര ജ്ഞാനം ഉപദേശിക്കുകയാണ്. ജനനവും മരണവും എല്ലാം അതിൽ ഉള്ളടക്കമായി നിൽക്കുകയാണ്. അത് ഗ്രഹിക്കുന്ന ഒരാളിന് ഈ ലോകത്തിൽ എന്ത് നടന്നാലും ഒരു പ്രത്യേക വികാരവും തോന്നുവാനില്ല. കാരണം എല്ലാം സൃഷ്ടാവിൻ്റെ ലീലാവിലാസങ്ങളല്ലാതെ എന്ന് ചിന്തിക്കാനേ ഉള്ളൂ. എന്തുകൊണ്ട്? ഈ കരയുന്ന കൂട്ടരെ കണ്ടിട്ടും തന്നുടെ കളികൾ നിർത്തുന്നില്ല അഖിലേശ്വരൻ. അത് നിർത്താനുള്ളതല്ല. നിർത്താനൊരു സമയമുണ്ട്, ആ സമയത്തേ നിർത്തുകയുള്ളൂ. അല്ല ഒരാൾ കരഞ്ഞതുകൊണ്ട് ഇത് മരണം ഒഴിവാക്കുമോ? ഇല്ല. ഒരാൾ കരഞ്ഞതുകൊണ്ട് ജനനം ഒഴിവാക്കുമോ? ഇല്ല. എന്തെങ്കിലും കാര്യം ഒഴിവാക്കുമോ? ഒന്നും ഒഴിവാക്കിയില്ല. അത് നടക്കേണ്ട പോലെ നടന്നുകൊണ്ടിരിക്കും. അത് തൻ്റെ അധികാരമാണ്. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? സൃഷ്ടിക്കധീപനാം ഈശ്വരന്റെ ഇഷ്ടം സൃഷ്ടികൾ ചെയ്തു കടന്നു പോകാം. ആ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടം, സൃഷ്ടാവിൻ്റെ ഇഷ്ടം അതെന്താണ് എന്ന് തിരിച്ചറിവുള്ളവർ ലോകത്തിലില്ല. എന്തുകൊണ്ടില്ല? എല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ്, ദൈവരൂപമാകാനുള്ളതാണ്. എന്നിട്ടും ദൈവ ഇഷ്ടം എന്താണെന്ന് അറിയില്ല. അവരവർ തീരുമാനിക്കുന്നതൊക്കെയാണ് ഇഷ്ടമെന്ന് തീരുമാനിച്ചാൽ പലതിനും ഫലമുണ്ടാവുകയില്ല. പിന്നെ ദൈവ ഇഷ്ടം ആർക്കറിയാം? അത് ദൈവത്തിന് തന്നെ അറിയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളുണ്ടാകും. ഒരു സമൂഹത്തിൽ ചെന്ന് ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഒരു വിവാഹത്തിന് പോകുന്നു വന്നിരിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് വിതരണം ചെയ്ത്. ഇപ്പോൾ വിവാഹം നടത്തുന്നത് കൂടുതലും അതിനാണല്ലോ. കാശ് ചെലവാക്കി ഭക്ഷണങ്ങൾ പാഴാക്കി കളയുക, അതിനാണിപ്പോൾ വിവാഹം നടത്തുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇതിൽ 75% നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. എല്ലാവർക്കും അല്ല, കുറേ ആളുകൾക്ക്. പിന്നെ എന്ത് കിട്ടിയാലും കണ്ടം മുണ്ടം തിന്നുന്നവരുണ്ടാവും. അവർക്ക് എന്ത് കിട്ടിയാലും തിന്നും. അല്ലാതെ ഇഷ്ടവും അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നോക്കി തിന്നുന്നവർക്ക് ഇതിൽ 30% നമുക്ക് വേണ്ടാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകാനേ പറ്റൂ, കഴിക്കാൻ പറ്റുകയില്ല. ചിലർക്ക് രോഗാവസ്ഥകളുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് പലതും തൊടാൻ പറ്റുകയാണ്. എണ്ണയും ഉപ്പും കളറുകളും ഒക്കെ ചേർത്ത് ഇങ്ങനെ വർണ്ണശബളമാക്കി വെച്ചിരിക്കുക. ഇതൊന്നും തൊടാൻ പോലും അവർക്ക് പറ്റുകയില്ല, ഭയമാണ്. കാരണം എല്ലാവരും BSc പാസ്സായവരാണല്ലോ. എന്തൊക്കെയാണ് BSc എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പിള്ളേരുടെ പ്രയോഗമാണ്. ഞാനതൊന്നും എടുത്ത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. BSc എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോൾ. ഇത് പാസ്സാകാത്തവരാരും ഇല്ലിപ്പോൾ, വളരെ ചുരുക്കമാണ്, അല്ലേ?
കുഞ്ഞുങ്ങൾ PSC പാസ്സാകാൻ പരീക്ഷ എഴുതുന്ന അതല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യമല്ല പറഞ്ഞത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പാസ്സാവാത്തവർ വളരെ ചുരുക്കം. ഇപ്പോൾ ഈയിടെ ഒരു 10-28 വയസ്സ് കാണുകയുള്ളൂ, ഒരു പയ്യൻ വന്നു. കണ്ടാൽ വലിയ ആരോഗ്യക്കുറവൊന്നും തോന്നിക്കുകയില്ല, വലിയ വണ്ണമൊന്നുമില്ല, പ്രശ്നം കൊളസ്ട്രോളാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെ വന്നു? ഒരുപാട് ഇങ്ങനെ ആഹാരങ്ങളൊക്കെ കഴിക്കും, എണ്ണയുള്ള ആഹാരം കഴിച്ചതും അങ്ങനെയൊന്നും ഒന്നും കഴിച്ച ശീലം ഇല്ല. അവൻ എന്നിങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. പാരമ്പര്യമായിട്ടും പലർക്കും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതില്ലാത്തവർ വളരെ ചുരുക്കം. അപ്പോൾ ഈ സൈസിലുള്ള ആഹാരങ്ങളൊക്കെ അവർക്കൊക്കെ വർജ്യമാണ്, കഴിക്കാൻ പറ്റുകയില്ല. അപ്പം ഇതുപോലെ ഇഷ്ടങ്ങൾ നോക്കി നോക്കി പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കല്യാണം നടത്തുന്ന അതിൻ്റെ യഥാർത്ഥ ആളിനോട് നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കാൻ വരുമ്പോൾ പറയാൻ പറ്റുമോ, എനിക്ക് ഇന്ന ആഹാരമേ പറ്റുള്ളൂ, എനിക്ക് ശാലം അടച്ചോറും ഇച്ചിരി രസവും മതി, അത് തയ്യാറാക്കി വെച്ചേക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഇഷ്ടം പറഞ്ഞ് അവിടെ ഒരുക്കാൻ പറ്റുമോ? എനിക്ക് ഒരു പാളയത്തോടും പഴവും അല്പം ചോറും ശകലം പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് അത് മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ ഇഷ്ടമാണ് എന്ന് ക്ഷണിക്കാൻ വരുന്ന ഈ ഇദ്ദേഹത്തിന് അറിയുമോ? അതും അറിയില്ല. ഇതുപോലെ അനേക കോടി ഇഷ്ടങ്ങളാണ് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരസ്പരം നിങ്ങൾക്കല്ലാതെ വേറൊരാളിനെ അറിയാൻ പറ്റില്ല. കൂടെ ജീവിക്കുന്നവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയോടോ അല്ലെ മക്കളോടോ ഒക്കെ പറയാം. എങ്കിലും അത് യഥാർത്ഥ വിധത്തിൽ ചെയ്ത് കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അവരവരുടെ ഇഷ്ടം പോലും നിവർത്തിയാക്കാൻ കഴിയാത്ത ഈ സന്ദർഭത്തിൽ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഈ സന്ദർഭത്തിൽ എങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. കാരണം ബാഹ്യലോകത്തിലെ ഇഷ്ടങ്ങളുടെ പിറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആന്തരികമായിരിക്കുന്ന ഈ നിത്യവസ്തുവിൻ്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയും? അതിനും ദൈവം താണിറങ്ങി വരേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് വന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതാണ് എന്ന് ആത്മാവിൽ ബോധ്യപ്പെടുത്തി ആ ഇഷ്ടത്തിന് നിങ്ങളെ ജീവിപ്പിച്ച് നിങ്ങളെ എൻ്റെ രൂപമാക്കി എന്നിലേക്ക് ചേർക്കുവാൻ അവതാരമായി, ഗുരു അവതാരമായി, അവതാരമായി, ഗുരു അവതാരമായി, കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, കലിയുഗേ അവതാരമായി, ഗുരു അവതാരമായി, കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, അങ്ങനെ ദൈവം അവതാരമായി വന്ന് ഖഡ്ഗിയായി നിന്നുകൊണ്ട് ഈ ഇഷ്ടങ്ങളാണ് പറഞ്ഞു തരുന്നത്. 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധവ്രതം, സത്യം മാത്രം പറയുക, സത്യം ചിന്തിക്കുക, സത്യം പ്രവർത്തിക്കുക, ഇങ്ങനെ ഇതിൻ്റെ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ വഴിയിൽ കൂടി ജീവിക്കാം എന്ന് തീരുമാനിച്ചവർ എത്ര പേര് കൂട്ടത്തിലുണ്ട്? കൈ ഉയർത്തി കണ്ടാക്കണം. എന്നുവരെ ചെയ്യാമെന്നാ തീരുമാനിച്ചത്? അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതാണോ? ഉറപ്പായിട്ടും തീരുമാനിച്ചതാണോ? എങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. അങ്ങനെ തീരുമാനിച്ച എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിയേ? ആദ്യത്തെ അത്ര സ്പീഡിൽ കൈ പൊങ്ങുന്നില്ല. തന്നിഷ്ടം മാറ്റിയിട്ട് ദൈവ ഇഷ്ടം ചെയ്യാൻ പറ്റുന്നില്ല. ഭവന് 6:30 സീരിയലുണ്ട്, അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചോളാം, ഇല്ലയോ? എന്തൊരു സന്തോഷം. സ്ത്രീജനങ്ങളുടെ ഇടയിലോട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണണം കേട്ടോ. പുരുഷന്മാർ അവരും മോശമൊന്നുമല്ല, അവരും വേറെ പരിപാടികളാണ്. അവർക്ക് ക്ലബ്ബുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, ക്രിക്കറ്റ് കോർട്ടുണ്ട്, പല വിധത്തിലുള്ള പരിപാടി അവർക്കും ഉണ്ട്. പിന്നെ സീരിയലും ഉണ്ട്. ഇപ്പം പിന്നെ മൊബൈലുള്ളവർക്കാണെങ്കിൽ ജോലി ചെയ്യാൻ പോലും മറന്നുപോകും, ഇതിനെ കുത്തിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ കാരണവന്മാർ തെക്കേപ്പുറത്തൊരു ചാരികസേരയൊക്കെ ഇട്ട് ഇങ്ങനെ മലർന്നിരുന്നുകൊണ്ട്
മുറുക്കാഞ്ചെല്ലാം എടുത്തതിന് വെച്ച് വെറ്റയുടെ വാലയിൽ അങ്ങോട്ട് പിടിക്കും ഒരു വിരലുകൊണ്ട്. എന്നിട്ട് ആദ്യം അതിൻ്റെ ആ ഞരമ്പെല്ലാം ഇങ്ങനെ നഖം കൊണ്ട് ചുരണ്ടി അങ്ങനെ കളയും, വിശാലമായിട്ട് അങ്ങോട്ട് ഇരുന്നത്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ചുരണ്ടി ഇതെല്ലാം കളഞ്ഞ് അതെല്ലാം കയ്യെ തൂത്തിട്ട് പിന്നെ ഇച്ചിരി ചുണ്ണാമ്പെടുക്കും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ അത് നല്ല രസമാണ്, അത് കാണാനൊക്കെ നല്ല രസമാണ്. വേറെ പണിയില്ലാത്തവരൊക്കെ പറ്റും. അപ്പം ഇങ്ങനെ തൂത്തതെല്ലാം വിശാലമാക്കി പെയിൻ്റ് അടിക്കുന്ന പോലെ അങ്ങോട്ട് വെച്ച് പിന്നെ ഒന്നുകൂടെ മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി, പിന്നെ ഒന്നുകൂടെ മടക്കി അതൊക്കെ വായിലൊടിച്ച് ചവയ്ക്കും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നമ്മുടെ പിള്ളേർ ഈ ചുണ്ണാമ്പ് തൂക്കലാണ്, അതും പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. എവിടെയാണ് തൂക്കുന്നത് ഇപ്പം സ്മാർട്ട് ഫോണിലാണ്. ചുണ്ണാമ്പ് വേണ്ട, അതിന് കൈ മതി. ഇതിങ്ങനെ തൂത്തോണ്ടിരിക്കുന്നതോറും എന്തോ ആയിത്തീരും. പണ്ടത്തെ കുടുംബങ്ങളൊക്കെ എങ്ങനെയാണ് ക്ഷയിച്ചത്? ഇവർ വേലയെടുക്കാൻ പോവില്ല, ആക്ഷേപമാണ്. തറവാട്ടിലെ പിറന്ന ആണുങ്ങൾ ജോലിക്ക് പോകുന്ന ആക്ഷേപമാണ്. അവരിങ്ങനെ ചെയ്യാവൂ, ഏതാ മുറുക്കുക, മുറ്റത്തോട്ട് തുപ്പുക, വേലക്കാരെ വിളിച്ചോരോന്ന് ചെയ്യിക്കുക. അവസാനം അവർക്ക് കൊടുക്കാനില്ല, വരുമ്പോൾ തെക്കാപ്പുറത്ത് കുറച്ച് എഴുതി വയ്ക്കും. പിന്നെയും കടം കയറുമ്പോൾ കുറച്ചുകൂടെ എഴുതി വയ്ക്കും. എന്നാലും ഒരു ജോലിക്ക് പോവുകയോ എന്തിനാ വീട്ടിൽ നടക്കുന്ന ജോലി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. അപ്പം അതെന്തുണ്ടായി? നാശമുണ്ടായി, ക്ഷയമുണ്ടായി. എന്നിട്ട് ദൈവത്തെ കുറ്റം പറയും, സുഹൃതക്ഷയം എന്ന് വിലപിക്കും. കാരണം എന്താ? അവനവൻ ചെയ്യേണ്ടുന്ന കർമ്മം ചെയ്യാതെ പോയതിൻ്റെ ഫലമാണ്. അന്ന് ചുണ്ണാമ്പ് തൂത്ത് അങ്ങനെ നഷ്ടപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ജന്മം പാഴായി കളയരുത്. ബഹുജന്മാർജിത പുണ്യ കർമ്മഫലമായി വന്ന മഹനീയ ജന്മമേതു പാഴിലാക്കല്ലേ. ഉത്കൃഷ്ടബോധ സ്വരൂപനാം ഈശ്വരൻ അത്ഭുതമായ അവതാരമായി നിന്നുകൊണ്ട് തൻ്റെ ഇഷ്ടം അറിയിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ ഇഷ്ടങ്ങൾ, ആരുടെ? അവരവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ആ ഇഷ്ടങ്ങളെ സ്വീകരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ, തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. അങ്ങനെ കൃത്യവും സത്യവുമായി തിരുവിഷ്ടങ്ങൾ ചെയ്യുവാൻ പരമഭാഗ്യം ലഭിച്ച ഒരു ആത്മാവായിരുന്നു നമ്മുടെ ഗുരുപ്രസാദിനി അമ്മ. സ്വന്തം ഇഷ്ടങ്ങളുടെ പുറകെ ഒന്നും പോയിട്ടില്ല. വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥയിൽ, മുഴുപ്പട്ടിണിയായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സന്നിധാനത്തിൽ വരുന്നത്. അന്ന് ഇവിടെ ഉള്ളവർക്ക് ഒന്നുമില്ല. ആരെങ്കിലും ഭിക്ഷ എടുക്കാൻ പോകും, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 2 ചാക്ക് കൊണ്ടുപോയാൽ 1 ചാക്ക് നിറച്ച് ചീത്തയും 1 ചാക്കിനകത്ത് ഒരു 10-15 പിടി അരിയും കിട്ടും. വലിയ ചാക്ക് കിട്ടുന്ന എന്തുവാ? പരിഹാസവും നിന്ദയും ദുഷികളുമാണ്. അതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അത് പക്ഷേ ചാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇതെല്ലാം കേട്ട് ഇതെല്ലാം സഹിച്ച് ഭഗവാന്റെ കൂടെ നിന്ന് ആ ഇഷ്ടങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് വീണ്ടും വന്ന തിരുവുടലിൽ ഇരുന്നു കൊണ്ട് ഗുരുപ്രസാദിനി എന്ന് നാമകരണം ചെയ്തു. അതൊക്കെ മഹാഭാഗ്യമാണ്. അതൊക്കെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. പോരായ്മകളും കുറവുകളും ഒക്കെ പറയാനും കണ്ടുപിടിക്കാനും നടക്കുന്നവർക്ക് അനേകം കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ആരെക്കുറിച്ച് ചിന്തിച്ചാലും ഉണ്ടാവുമല്ലോ. പക്ഷേ നന്മയെ ബന്ധിച്ചും ചിന്തിച്ചും ജീവിക്കുന്നവർക്ക് എപ്പോഴും നന്മയെ കാണാൻ കഴിയും. അങ്ങനെ നന്മ നിറഞ്ഞ ഗുരുവിൻ്റെ ഇഷ്ടം ചെയ്ത് ഇപ്പോൾ കടന്നു നിൽക്കുന്ന നമ്മുടെ ഗുരുപ്രസാദിനി അമ്മയെ നിത്യാനന്ദത്തിലേക്ക് ചേർത്തിരിക്കുക. ആ പരമ്പരകൾ എന്ന് പറയുമ്പോൾ അമ്മ വിവാഹിത അല്ലായിരുന്നു. അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഈ സഹോദരൻ്റെയും ഒക്കെ മക്കളാണ് ഇപ്പോൾ ഇവിടെ വന്നു നിന്ന് വിളക്ക് സമർപ്പിച്ചത്. അവരൊക്കെയും ഈ ആദർശത്തിൽ ഒത്തു ജീവിക്കുവാനും ഈ മഹാഭാഗ്യം അനുഭവിക്കുവാനും ദൈവം ഇടയാക്കട്ടെ. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നമ്മുടെ സർവജ്ഞാനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ UAE എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 2-3 ദിവസമായി വരുന്ന കോളുകളിൽ ഏതാണ്ട് 75% അവിടെ നിന്നാണ് വരുന്നത്. സാധാരണ അവിടെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ തീരുമാനിക്കും, ഞാൻ തിങ്കളാഴ്ച വിളിക്കാം, ചേട്ടൻ ചൊവ്വാഴ്ച വിളിക്കണം, അടുത്ത ആൾ ബുധനാഴ്ച വിളിക്കണം, ഇങ്ങനെ. കാരണം ഇവിടെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പോൾ എല്ലാവരും കൂടി ഒരു ദിവസം തന്നെ വിളിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പോൾ അതിന് ഞാൻ ദിവസമൊക്കെ അറേഞ്ച് ചെയ്താണ് ഇവർ പരസ്പരം ആലോചിച്ചൊക്കെ വിളിക്കുന്നത്. അപ്പോൾ 2-3 പേരെ ഒരു ദിവസം വിളിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ദുബൈയിൽ നിന്നുള്ള കോളുകളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. കാരണം
ഇവർക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് വർണ്ണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അനുഭവങ്ങൾ അതുപോലെയാണ്. സ്വാമിമാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഭക്തന്മാരതിനപ്പുറം. കാരണം ഈ സന്നിധാനത്തിൽ എങ്ങനെയാണോ ഈ കർമ്മങ്ങൾ നടക്കുന്നത്, എപ്രകാരമാണ് ഞാൻ എഴുന്നള്ളി നിന്നുകൊണ്ട് നിങ്ങളെ ദർശിച്ച് അനുഗ്രഹിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം എങ്ങനെയാണ്, ആ വിധത്തിൽ അങ്ങനെ മതിവരാത്ത ആനന്ദം അങ്ങനെ നിറച്ച് നിലനിർത്തിക്കൊണ്ടാണ് ആ കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. വളരെ വലിയൊരു ക്ഷേത്രമാണ്. അനവധി പ്രതിഷ്ഠകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്ത വലിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നമുക്ക് പ്രത്യേക ഒരു സംവിധാനം ഒരുക്കി നമ്മളെ അവിടെ ക്ഷണിച്ചു. അതിന് പ്രകാരം സ്വാമിമാരും അവർ 10-15 പേര് ചെല്ലാമെന്ന് ഒരു അനുവാദം തന്നു. പക്ഷേ നമ്മുടെ ആളുകളുടെ അവസ്ഥ അറിയാമല്ലോ, അവർക്കിതൊന്ന് കണ്ടെങ്കിലും അത് ദൂരെ നിന്നാലും ഞങ്ങൾ മുറ്റത്ത് നിന്നുണ്ടെങ്കിലും കണ്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ പോയി. 92 പേരുണ്ടായിരുന്നു. 15 പേരെ അവരെ അനുവദിച്ചെടുത്ത് 92 പേര്. അവരവസാനം എല്ലാവരെയും അകത്ത് കയറ്റി. എല്ലാവരും കൂടെ നിരന്നിരുന്ന് പാടുന്നവർ കുറച്ച് പേര് സ്റ്റേജിൽ, ബാക്കിയുള്ളവരെല്ലാം താഴെ നിരന്നിരുന്ന് ഉന്നതമായ ആരാധന. ആരാധിച്ചാനന്ദിക്കാം നമുക്കെന്നും, ആരാധിച്ചാനന്ദിക്കാം, ആരാധിച്ചാനന്ദിക്കാം നമുക്കെന്നും, ആരാധിച്ചാനന്ദിക്കാം. ഉന്നതമായി ആരാധനകളും നടത്തി. അത് കഴിഞ്ഞ് മറ്റൊരു ക്ഷേത്രത്തിൽ പോയി, അവിടെയും എല്ലാം കണ്ടു. അവർക്കെല്ലാം സന്തോഷം, അവരെല്ലാം സ്വാമിമാരെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു കലാപരിപാടികളും പ്രകാശയാത്രയും സമ്മേളനവും എല്ലാം. ഇപ്പോൾ 2 അറബ് നേതാക്കന്മാരെ നമ്മൾ 2 രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 പേര് വന്നത്, 3 പേരാണ്. പ്രധാനപ്പെട്ട 3 പേരാണ് വന്നത്. അതിൽ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു, എത്രയും വേഗം ഈ ആദർശത്തിൻ്റെ ഒരു സ്ഥാപനം ഈ മണ്ണിലുണ്ടാകണം. ഇങ്ങനൊന്നുമല്ല, അവിടെ കൈയടിച്ചിട്ട് ആ ആളിന് പറയാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആ ഇരുന്ന ആളുകളെല്ലാം കൂടി കരഘോഷം മുഴക്കി, അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. കരഘോഷം മുഴക്കിയിട്ട് അദ്ദേഹത്തിന് ബാക്കി പറയാൻ പറ്റാത്തതാണ് കുറേ നേരം അദ്ദേഹം നോക്കി നിന്നു. കാരണം ഈ കരഘോഷം നിർത്തണ്ടേ, കാരണം അതിന് വേണ്ടുന്ന സർവ്വ ഒരുക്കങ്ങളും അദ്ദേഹം ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ, വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ, സകല ലോകവും അടക്കി വാഴുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ, സകല ലോകവും അടക്കി വാഴുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ.
അവരിൽ കൂടി നമ്മളിവിടെ പ്രാർത്ഥിച്ചത് എന്താണ്? ഭരണാധികാരികൾ അറിയണം, അവരിൽ കൂടി നമുക്കുള്ളതെല്ലാം അവിടെ ഒരുങ്ങണം. അല്ലാതെ നമ്മുടെ ആളുകൾ പോയി എത്ര പ്രയത്നിച്ചാലും ആകുമോ? ആവുകയില്ല. അപ്പോൾ അതാണ് ഇന്നലെ ഈ സർവജ്ഞാനോത്സവത്തിൽ കൂടി സംഭവിച്ചത്. സർവശക്തി പ്രത്യക്ഷമായി നിന്ന് കളിയാടുന്നു എന്ന് കണ്ണുനീരോടുകൂടിയാണ് എൻ്റെ സന്താനങ്ങൾ എന്നെ വിളിച്ചറിയിച്ചത്. അങ്ങനെ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും ഉന്നതമായി കർമ്മങ്ങൾ നടക്കുകയാണ്. ഇന്നതിൻ്റെ സമാപന ദിനമാണ്. ആനന്ദവും അത്ഭുതവും അനുഭൂതി വിശേഷങ്ങളും നിറച്ചുകൊണ്ട് സർവശക്തി ഇന്ന് ഉന്നതമായെല്ലാം നടത്തട്ടെ. അതിൻ്റെ എല്ലാവിധ നടത്തിപ്പിനും വേണ്ടി പരിശ്രമിക്കുന്ന ഓമന കുഞ്ഞുങ്ങൾ പല ദിവസങ്ങളായി അവർ ഉറങ്ങിയിട്ടില്ല. അവരുടെ കഴിവിനപ്പുറം സാമ്പത്തികമായി പലതും എടുത്തുകൊണ്ടാണ് അതൊക്കെ ഒരുക്കുന്നത്. കാരണം എല്ലാവരും വലിയ സാമ്പത്തിക നേട്ടമുള്ളവരൊന്നും അല്ല, വലിയ ഭദ്രതയുള്ളവരൊന്നും അല്ല. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എൻ്റെ ദൈവം അറിയിച്ചു, അത് ഏറ്റവും ഉന്നതമാക്കണമെന്ന ചിന്തയോടുകൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവിടെ ചെന്ന് താമസിക്കണമെങ്കിൽ, ഹോട്ടലിലൊക്കെ മുറിയെടുക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം, അവർക്ക് വിസ എടുക്കണമെങ്കിൽ രൂപ എത്ര വേണം, ഈ ചെന്നവർക്ക് ഇവിടുന്ന് നമ്മളയച്ചവർക്ക് വിസ എടുക്കണ്ടേ, അവർക്ക് ടിക്കറ്റ് വേണ്ടേ, ഇങ്ങനെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഏതെല്ലാം വിധത്തിൽ നടത്തിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് എഴുന്നള്ളാതിരിക്കാൻ കഴിയുമോ? ആ എഴുന്നള്ളത്തവരവിടെ അനുഭവിക്കുകയാണ്. അനുഭവിക്കട്ടെ, ഹൃദയം നിറഞ്ഞവിടെ അനുഭവിക്കട്ടെ. ഇന്നും അത് അനുഭവമാകട്ടെ, എന്നും അനുഭവമാകുമാറാകട്ടെ. ശുഭാനന്ദ ആദർശാശ്രമം ആ മണ്ണിൽ സ്ഥാപിക്കുവാൻ ദൈവം ഇടയൊരുക്കട്ടെ. അത്ഭുത വാഴ്ച, അത്ഭുത വാഴ്ച, പ്രത്യക്ഷ ദൈവത്തിൻ്റെ അത്ഭുത വാഴ്ച. 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 കാണും ലോകത്തെ സൃഷ്ടിച്ചൊരുക്കിയ അത്ഭുത പുരുഷന്റെ പ്രത്യക്ഷ വാഴ്ച. പ്രകൃതി
സൃഷ്ടി ചെയ്ത അത്ഭുതമായ സൃഷ്ടി ചെയ്ത ഈ സൃഷ്ടിലോകത്തിന്റെ ഉടയവനായ സൃഷ്ടിലോകത്തിന്റെ ഉടയവനായ ദൈവം ദൈവം സൃഷ്ടിച്ചൊരുക്കിയ ഈ പ്രകൃതി നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണാം. സൃഷ്ടിച്ചൊരുക്കിയ പ്രകൃതിയെ നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണാം. ഈ അത്ഭുതമായി അണിയിച്ചൊരുക്കിയ സൃഷ്ടിയുടെ ഈ സൃഷ്ടിയുടെ അഥവാ പ്രകൃതിയുടെ ഉടമസ്ഥനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ അത് അത്ഭുതമാണ് എന്ന് ചിന്തിക്കുന്നത് കൈ ഉയർത്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? കണ്ണുകൊണ്ടു കണ്ടു എന്റെ കണ്ണനെ ഞാൻ കണ്ടു, കണ്ണുകൊണ്ടു കണ്ടു എന്റെ കണ്ണനെ ഞാൻ കണ്ടു, കാതുകൊണ്ടു കേട്ടു ശബ്ദമോരോന്നായി, കാതുകൊണ്ടു കേട്ടു ശബ്ദമോരോന്നായി, കണ്ടു 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 എന്റെ കണ്ണനെ ഞാൻ കണ്ടു, കാതുകൊണ്ടു കേട്ടു ശബ്ദമോരോന്നായി. നമ്മൾ അനേകം ധനം ചെലവാക്കി അത്ഭുതങ്ങൾ കാണാൻ യാത്ര ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു അത്ഭുതം കണ്ടു കഴിയുമ്പോൾ അവിടെ നിന്ന് അറിയും അടുത്ത് അതിനേക്കാൾ വലിയ അത്ഭുതം ഉണ്ടെന്ന്. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ നിന്ന് വീണ്ടും പോകും. ഇങ്ങനെ കണ്ടാലും 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 തീരാത്തത്ര അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സൃഷ്ടിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. പ്രകൃതി സ്വയം ഒരുക്കിയതുണ്ട്, സമ്പൂർണ്ണ സൃഷ്ടിയായ മനുഷ്യൻ അണിയിച്ചൊരുക്കിയതുണ്ട്. ഇതൊക്കെയാണ് അത്ഭുതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 100 വർഷം മുമ്പ് കണ്ടുകൊണ്ടിരുന്ന പല അത്ഭുതങ്ങളും ഇന്ന് ലോകത്തിലില്ല. പല ആളുകൾക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം പല അത്ഭുതങ്ങളും ഇന്ന് ലോകത്തിലില്ല. എന്തുകൊണ്ടില്ല? ഈ ഭൂമിയുടേതായ അവസ്ഥാ വ്യത്യാസങ്ങൾ കൊണ്ട് ഒരു ഭൂകമ്പമോ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഒരു നാശം ഉണ്ടാകുമ്പോ അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അത്ഭുതമെന്ന് കരുതിയിരുന്നത് പലതും നാശമായി പോകും, കണ്ണുകൊണ്ട് കാണാനില്ലാത്ത വിധത്തിലായി പോകും. ചിലതിന്റെ ഒന്നും ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ വെള്ളപ്പൊക്ക സമയത്ത് കന്യാകുമാരിയിലുള്ള ഒരു വീട്, 3 നിലയുള്ള ഒരു വീട്, അതിന്റെ മേൽഭാഗം പോലും കാണാൻ വയ്യാത്തോട് താഴ്പോട്ട് താന്നു പോയി എന്നാണ് പറയുന്നത്. ഒട്ടും കാണാനില്ല, അവിടെ ഒരു കുഴി മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. താഴോട്ടങ്ങ് പോയി, ഒന്നും കിട്ടിയില്ല. അതുപോലെ മുൻപൊരിക്കൽ അമർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 7 നില കെട്ടിടം ഭൂമിയിലേക്ക് ഒരേപോലെ താഴോട്ടങ്ങ് പോയി. ഒരു 2 നില മുകളിൽ കാണാൻ ബാക്കി കാണാനില്ല. അതുപോലെ ചിറ്റാറ്റിൽ കഴിഞ്ഞ നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് 3-ാമത്തെ ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണ്. സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ച് അവർ സമാധാനമായിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ അവിടുത്തെ വീട്ടുകാരനും വീട്ടുകാരത്തെയും കൂടെ എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വെളിയിലോട്ട് പോയി. അകത്തുണ്ടായിരുന്ന പെൺകുട്ടി എന്തോ കാര്യത്തിന് അയലത്തോട്ടൊന്ന് പോയി. ഇവര് 3 പേരും വരുമ്പോ വീട് അവിടെ ഇല്ല. ആ സ്വർണവും ധനവും അവരുടെ സൂക്ഷിച്ചു വയ്പ്പുകളെല്ലാം വിവാഹത്തിന് വാങ്ങിയ വസ്ത്രങ്ങളും എല്ലാം അതങ്ങ് ഒരുപോലെ അങ്ങ് താന്നു പോയി. ഒന്നും അതിൽ നിന്ന് എടുക്കാൻ പോലും കിട്ടിയില്ല. കാരണം കണ്ടുപിടിക്കാൻ എത്രത്തോളം താഴെ പോയാൽ കണ്ടുപിടിക്കുന്നത്. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? കണ്ണാലെ കണ്ടതെല്ലാം കാണുകാട്, മന കണ്ണാലെ കണ്ടതെല്ലാം തേടു തേട്. കണ്ണാലെ കണ്ടതെല്ലാം കാണുകാട്, കണ്ണാലെ കണ്ടതെല്ലാം തേടു തേട്. കണ്ണാലെ കണ്ടതെല്ലാം കാണുകാട്, മന കണ്ണാലെ കണ്ടതെല്ലാം തേടു തേട്. കണ്ണാലെ കണ്ടതെല്ലാം കാണുകാട്, മന കണ്ണാലെ കണ്ടതെല്ലാം തേടു തേട്.
ക്ഷണഭങ്കുരമാണ്. ലോകത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളെല്ലാം ക്ഷണഭങ്കുരമാണ്. എന്തിന് ഈ ജന്മം പോലും, ഈ മർത്യദേഹം പോലും നീർക്കുമിള പോലെ ആകുന്നു ഈ ജന്മം എന്ന് ദൈവമാണ് ശബ്ദിച്ചിരിക്കുന്നത്. ആ ഒരു നീർക്കുമിള എങ്ങനെയാണ് ഭൂമിയിൽ മറിഞ്ഞു പോകുന്നത്? അതുപോലെ പോകാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ കടൽ കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ പേരും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർ അത് വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഇങ്ങനെ തിരമാല അടിച്ച് ഇങ്ങനെ ഉയരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഉയർന്നു വരും. ആദ്യം കുറച്ച് സ്ഥലത്ത് വെള്ളമായിരിക്കും കാണുന്നത്, അതിനു മുകളിൽ കുറെ തുള്ളികളായിരിക്കും കാണുന്നത്, അതിനു മുകളിൽ നീരാവി ആയിരിക്കും നിൽക്കുന്നത്. ഈ ഒരൊറ്റ പ്രക്രിയയിൽ കൂടി സംഭവിക്കുന്നതാണ് ഇത്രയും മാറ്റം. അപ്പൊ ആ നീരാവിയുടെയും ജലത്തിന്റെയും ഇടയിൽ ഉരുളകളായിട്ട് ഇങ്ങനെ ജലത്തുള്ളികൾ ഭൂമിയിൽ ആ ആകാശത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി താഴോട്ട് വരും. ആ ജലത്തുള്ളികൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് തുള്ളികൾ വിചാരിക്കുമോ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഞാനാണ്. ആ കറക്കം അവസാനിക്കുന്ന എവിടെയാണ്? ഈ കടലിലേക്കാണ്. പിന്നെ ആ തുള്ളിയെ വേർതിരിച്ചെടുക്കാൻ പോലും കഴിയില്ല. വീണ്ടും അതുപോലെ ഉണ്ടാകുമ്പോൾ വേറെ തുള്ളിയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ലോകത്തിന്റെ സ്വഭാവമാണ്. ജനനവും മരണവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഈ നീർക്കുമിള, അതിന് അഹങ്കാരം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യവുമില്ല, ക്ഷണനേരം കൊണ്ട് അത് ഈ കടലിലേക്ക് പതിച്ച് അതിന്റെ സ്വത്വം ഇല്ലാതെയാവും. ഇതുപോലെയാണ് നിങ്ങളുടെ ജന്മങ്ങളും. അപ്പൊ ഈ കാണുന്ന ഈ കാഴ്ചപ്പാടുകളൊക്കെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അത്ഭുതമായി കാണേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവിൽ വാണിടുമ്പോൾ, ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവിൽ വാണിടുമ്പോൾ, ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവിൽ വാണിടുമ്പോൾ, ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവിൽ വാണിടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ അത്ഭുതമായി കാണാം. ഉണ്ടാകുന്ന ആനന്ദത്തെ അത്ഭുതമായി കാണാം. ആത്മാവിൽ
ഈശ്വരനെ ഉള്ള പോലെ കണ്ടറിഞ്ഞാൽ ഉൾക്കണ്ടാൽ ഈശ്വരനെ ഉള്ള പോലെ കണ്ടറിഞ്ഞാൽ ഉൾക്കണ്ടാൽ ഈശ്വരനെ ഉള്ള പോലെ കണ്ടറിഞ്ഞാൽ ദേഹം വെടിഞ്ഞ നാലും അത്ഭുതം മാറുന്നില്ല. ദേഹം വെടിഞ്ഞ നാലും അത്ഭുതം മാറുന്നില്ല. ഉൾക്കണ്ടാൽ ഈശ്വരനെ ഉള്ള പോലെ കണ്ടറിഞ്ഞാൽ ദേഹം വെടിഞ്ഞ നാലും അത്ഭുതം മാറുന്നില്ല. അത്ഭുതം കണ്ടുകൊള്ളുക ഉൾക്കണ്ടാൽ കണ്ടുകൊള്ളുക. അത്ഭുതം കണ്ടുകൊള്ളുക ഉൾക്കണ്ടാൽ കണ്ടുകൊള്ളുക. അത്ഭുതം കണ്ടുകൊള്ളുക ഉൾക്കണ്ടാൽ കണ്ടുകൊള്ളുക. അത്ഭുത സ്വരൂപനെ ഉൾക്കാമ്പിൽ കണ്ടുകൊള്ളുക. അത്ഭുതം കണ്ടുകൊള്ളുക ഉൾക്കണ്ടാൽ കണ്ടുകൊള്ളുക. അത്ഭുത പുരുഷനെ ഉൾക്കാമ്പിൽ കണ്ടുകൊള്ളുക. അത്ഭുത പുരുഷനെ ഉൾക്കാമ്പിൽ കണ്ടുകൊള്ളുക. അത്ഭുതം കണ്ടുകൊള്ളുക ഉൾക്കണ്ടാൽ കണ്ടുകൊള്ളുക. അത്ഭുത പുരുഷനെ ഉൾക്കാമ്പിൽ കണ്ടുകൊള്ളുക. അത്ഭുത പുരുഷനെ ഉൾക്കാമ്പിൽ കണ്ടുകൊള്ളുക. ഈ ജന്മവും ഈ കർമ്മവും ഒക്കെ അനുവദിച്ചിരിക്കുന്നത് ഈ അത്ഭുതം കാണുവാൻ വേണ്ടിയാണ്. ഈ ജന്മവും ഈ കർമ്മവും ഒക്കെ അനുവദിച്ചിരിക്കുന്നത് ഈ അത്ഭുതം കാണുവാൻ വേണ്ടി. അതാണ് മറന്നുപോയത്. അതാണ് മറന്നുപോയത്. അത് മറന്നുപോയപ്പോൾ ദുഃഖവും ഉണ്ടായി. അത് മറന്നുപോയപ്പോൾ ദുഃഖവും. വന്ന വഴി മറക്കരുത് എന്ന് പണ്ടുള്ള പഴമക്കാർ പറയാറുണ്ട്. വന്ന വഴി മറക്കരുത് പഴമക്കാർ പറയാറുണ്ട്. അത് പലപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിച്ച് രക്ഷ പ്രാപിച്ചവരെ നോക്കിയാണ് പറയുന്നത്. പലപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിച്ച് രക്ഷ പ്രാപിച്ചവരെ. എന്നാൽ ഞാനിവിടെ നിന്നുകൊണ്ട് പറയുന്നത് അതല്ല. ഭഗവാൻ ഇവിടെ കൽപ്പിക്കുന്നത് അതല്ല. ഉന്നതനാകുന്ന ദൈവത്തിങ്കിൽ ലയിച്ചു ചേർന്നിരുന്ന ആത്മാവ് വന്ന വഴി മറന്നു പോകരുത്. ദൈവത്തിൽ ലയിച്ചു ചേർന്നിരുന്ന ആത്മാവ് വന്നുപോയ വഴി മറന്നുപോകും. ഉത്ഭവസ്ഥാനം മറക്കരുതേ, ഉൽപ്പത്തി രൂപനെ മറക്കരുതേ. ഉത്ഭവസ്ഥാനം മറക്കരുതേ, ഉൽപ്പത്തി രൂപനെ മറക്കരുതേ. ഉത്ഭവജ്ഞാനം ഗ്രഹിച്ചു സൽക്കർമ്മം ചെയ്യുവാൻ നിത്യം ശ്രമിച്ചുകൊള്ളുക. ഉത്ഭവജ്ഞാനം ഗ്രഹിച്ചു സൽക്കർമ്മം ചെയ്യുവാൻ നിത്യം ശ്രമിച്ചുകൊള്ളുക. ഉത്ഭവജ്ഞാനം ഗ്രഹിച്ച് സൽക്കർമ്മം നിത്യവും ചെയ്യുവാൻ ശ്രമിച്ചുകൊള്ളുക. ആ ശ്രമത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. യഥാർത്ഥമായ ശ്രമം എന്തിനു വേണ്ടിയായിരിക്കണം? ഭാവിച്ച ആത്മാക്കൾ ആഗ്രഹമുണ്ട്. എനിക്കും ഉത്ഭവ പുരുഷനാകുന്ന ജഗദീശന്റെ അടുത്തേക്ക് ലയിക്കണം. ഇപ്പോ നമ്മുടെ സർവജ്ഞാനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായി ഇപ്പൊ UAE നടക്കുന്നു. പലരും അത് കേൾക്കുന്നു, കാണുന്നു. അതൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പലരും തീരുമാനിച്ചു ഞങ്ങൾക്കും ഗൾഫിൽ പോകണം, അതിലൊന്ന് പങ്കെടുക്കണം. പലരും തീരുമാനിച്ചു. അത് വെറുതെ ഒരു തീരുമാനമല്ല, ശക്തമായ തീരുമാനമായിരുന്നു. പക്ഷേ പല സാധനങ്ങൾ അതിന് വേണം. അങ്ങനെ ചാടിക്കേറി തിരുവമ്പണ്ടൂരോ
പൂഞ്ഞാറ്റിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ കോട്ടയത്തോ പോകുന്ന പോലെ അങ്ങ് പോകാൻ പറ്റുകയില്ല. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുകയില്ല. അതിന് ആദ്യം പാസ്പോർട്ട് എടുക്കണം, ആദ്യം പാസ്പോർട്ട് അത് എടുക്കണം, കഴിഞ്ഞ് വിസ എടുക്കണം, അത് കഴിഞ്ഞ് വിസ എടുക്കണം, അത് കഴിഞ്ഞ് പല പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, പല പോലീസ് വെരിഫിക്കേഷൻ, അതുപോലെ പല നിയമങ്ങളുണ്ട്. പല നിയമങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം, പിന്നെ യാത്രയ്ക്കുള്ളതെല്ലാം ഒരുക്കണം. പിന്നെ യാത്രയ്ക്കുള്ള ഇങ്ങനെ പല കാര്യങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുവന്നെങ്കിലേ ഈ UAE-യിൽ നടക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പല കാര്യങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുവന്നെങ്കിൽ UAE-യിലോ അല്ലെങ്കിൽ അതുപോലെ രാജ്യത്തേക്ക് പോകാൻ പറ്റും. ഇതുപോലെ നിത്യാനന്ദ രാജ്യമാകുന്ന ഉത്ഭവസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിത്യാനന്ദ രാജ്യമാകുന്ന ഉത്ഭവസ്ഥാനത്തേക്ക് എത്തണം. അവിടെ പാസ്പോർട്ട് വേണം. അവിടെ പാസ്പോർട്ട് വേണം. എന്ത് ചെയ്യണം? സത്യം കേൾക്കണം, ആത്മബോധോദയ സംഘാംഗമാകണം. സത്യം കേൾക്കണം, ആത്മബോധോദയ സംഘാംഗമാകണം. അപ്പൊ പാസ്പോർട്ട് കയ്യിൽ തരും. പാസ്പോർട്ട് കയ്യിൽ. അത് കഴിഞ്ഞ് എന്ത് വേണം? അത് കഴിഞ്ഞ് എന്ത് വേണം? പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. പോലീസ് വെരിഫിക്കേഷൻ. അതെന്താണെന്നറിയുമോ? ദൂതന്മാർ ഇങ്ങനെ നിങ്ങളുടെ കൂടെ നടന്ന് പരിശോധിക്കും. ദൂതന്മാർ കൂടെ നടന്ന് പരിശോധിക്കും. ഇപ്പോഴത്തെ പരിശോധന പോലീസുകാരൻ വിളിച്ചു പറയും, നിങ്ങൾ എവിടാ നിൽക്കുന്നത്? ഇന്നടുത്താ. ഞാൻ കായംകുളത്തായിരുന്നു നേരത്തെ താമസിച്ചത്, ആ അഡ്രസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മാവേലിക്കരയാ ഉള്ളത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് കായംകുളത്ത് വന്ന് കണ്ടാലേ പറ്റൂ, അവിടെ വരണം. അപ്പൊ സാറേ അവിടെ വീടൊന്നും ഇല്ല, ഇപ്പൊ അന്നത്തെ അഡ്രസ്സാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അവിടെ വന്ന് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ കാര്യം? ഇപ്പൊ നമ്മുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കൈ മറ്റേ പാന്റിന്റെ പോക്കറ്റിലോട്ട് ചെല്ലണം, അത്രേ ഉള്ളൂ കാര്യം. വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇത് അങ്ങനല്ല, ദൂതന്മാർ ഇങ്ങനെ കൂടെ നിൽക്കും. നിയമത്തെറ്റ് എവിടെ കാണിച്ചാലും അടി എപ്പ തരും. ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട്. ആ നടപടികളൊക്കെ സ്വീകരിച്ച് മെരുക്കം വന്ന് സർവശക്തിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്ന് കണ്ടാൽ വിസ അടിച്ചു കൈ തരും. അപ്പൊ അവിടെ കൊണ്ട് ഉപയോഗിക്കാനുള്ള നാണ്യങ്ങളൊക്കെ വേണം. അതിൽ നിത്യാനന്ദം കൈക്കലാക്കിയിരിക്കണം. അവിടാണ് അത് ഉപയോഗിക്കാനുള്ള സ്വത്ത്. അതാണ് ആ രാജ്യത്തിൽ കൈകാര്യം ചെയ്യാനുള്ള സ്വത്ത് അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് നിത്യാനന്ദമാണ്. ആ നിത്യാനന്ദമാകുന്ന സ്വത്ത് കൈക്കലാക്കി വെച്ചാൽ അവിടേക്ക് പോയി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പോകാനുള്ള ടിക്കറ്റോ അത് ഈശ്വരന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിൽ കൂടി അങ്ങോട്ട് അയക്കും. അപ്പൊ ഇതെല്ലാം കരസ്ഥമാക്കിയിരിക്കുന്നവർക്കേ ഈ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ജന്മം കൊടുത്ത് ഭൂമിയിൽ അയച്ച ആത്മാവിനെ തന്റെ തീരുമാനപ്രകാരം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്ത് ഇതിനെ അങ്ങോട്ട് അയക്കും. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇറങ്ങാനുള്ള വിസ ഉണ്ടാവണം, അവിടെ ഉപയോഗിക്കാനുള്ള ധനം ഉണ്ടാവണം, അവിടെ കഴിക്കാനുള്ള ആഹാരം ഉണ്ടാവണം. അതെല്ലാം ഉണ്ടെങ്കിലേ അവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ നിത്യാനന്ദമാകുന്ന സമ്പത്ത് കരസ്ഥമാക്കിക്കൊണ്ട് പോകുന്നവർക്ക് ഇതെല്ലാം അനുഭവിക്കാൻ അവിടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ചാടിക്കേറി പോകാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്ത് വേണം? നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. ഇങ്ങനെ നിയമവും നാമവും പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആമയങ്ങൾ തീർന്ന ആനന്ദരൂപത്തിലേക്ക് ലയിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ സത്യത്തെ പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്ഭവജ്ഞാനം ആത്മനാഥൻ വന്ന് അവതരിപ്പിച്ചു തരുമ്പോൾ അതിനെ ഗ്രഹിച്ച് അതിനെ ചിന്തിച്ച് അതിന് പ്രകാരം ജീവിക്കാൻ തയ്യാറാകണം. എങ്കിലേ ഉത്ഭവസ്ഥാനത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എവിടെ എത്തണം? ഉത്ഭവിച്ച ആത്മാക്കൾ സത്യത്തിൽ കൂടി സഞ്ചരിച്ചു, സത്യത്തിൽ തിരിച്ചെത്തണം. അതാണ് ആത്മബോധോദയ സംഘം അനുശാസിക്കുന്ന മാർഗം. ഇത് പ്രകാരം ജീവിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ നടക്കുന്ന സർവജ്ഞാനോത്സവത്തിൽ നമുക്ക് പങ്കെടുക്കാം. എവിടെ നടക്കുന്ന ഈശ്വരൻ അധ്യക്ഷനായി നടത്തുന്ന ഒരു സർവജ്ഞാനോത്സവം ഉണ്ട്. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാം സർവേശ്വരൻ മധ്യനായിട്ടു ദയവായി
വേണ്ടിയാണ് ആ നിത്യാനന്ദ സ്വർഗ്ഗസുഖത്തിൽ ലയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും അപ്പൊ നമുക്ക് അങ്ങനെ അറിവിൽ കൂടി അണിചേർന്ന് നിയമത്തിൽ കൂടി നിരയായി ഉന്നതനാകുന്ന ദൈവത്തെങ്കിലേക്ക് ലയിക്കുവാൻ ഉന്നതമായ സന്ദർഭം ഈശ്വരൻ ഒരുക്കി തന്നിരിക്കുകയാണ്. പാഴാക്കി കളയാതെ നിങ്ങൾ ജീവിതം ചെയ്താൽ മാത്രം മതി. താൽക്കാലികമായ സുഖഭോഗാദികൾക്കും വിജയത്തിനും വേണ്ടി നിങ്ങൾ സത്യത്തെ മറന്ന് ജീവിക്കരുത്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലപ്പോൾ സത്യത്തെ മറച്ച് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ ഈ നിത്യാനന്ദമാകുന്ന നിത്യസ്വത്ത് കൈവശമാക്കാൻ കഴിയുകയില്ല. അവിടെ മാർഗതടസ്സം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ സത്യമാകുന്ന പാത തുറന്നു തന്നിരിക്കുന്നത്. സത്യത്തിൽ കൂടി നീ നിത്യവും ജീവിച്ചാൽ നിത്യാനന്ദത്തിൽ നീ ചേർന്ന് കൊള്ളും. നിത്യാനന്ദത്തിൽ നീ
ആത്മാവിൽ ഭവിക്കുന്ന നിത്യാനന്ദം, സത്യമാകുന്ന ജീവിതത്തിൽ കൂടി ആത്മാവിൽ ഭവിക്കുന്ന നിത്യാനന്ദം, അത് തന്നെയാണ് ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ് അങ്ങനെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ദൈവം അനുവദിച്ച ഈ സന്ദർഭം ദൈവം അനുവദിച്ച ഈ സന്ദർഭം നഷ്ടമാക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. നഷ്ടമാക്കാതെ നമ്മൾ സൂക്ഷിച്ച് എല്ലാ ഹൃദയവും നിത്യാനന്ദത്തിൽ ലയിക്കുമാറാകട്ടെ. എല്ലാ ഹൃദയവും നിത്യാനന്ദത്തിൽ ഉന്നതനാകുന്ന ദൈവം ഉന്നതനാകുന്ന ഈ ദൈവം ലോകത്തിൽ അവതാരമായി വന്ന് ഈ ലോകത്തിൽ തിരോധാരമായി അനേകം ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച് അനേകം ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച് ദിവ്യമായ പരമോന്നതമായ പരിശുദ്ധമായ ഈ ആദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ച് തിരുവാദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ച് മനുഷ്യ ലോകത്തിന്റെ രക്ഷയ്ക്കായി ഇവിടെ നിലനിർത്തി കടന്നു പോകുമ്പോൾ മനുഷ്യലോകത്തിന്റെ രക്ഷയ്ക്കായി നിലനിർത്തി കടന്നു പോകുമ്പോൾ ഇതിനെ നോക്കി നടത്തുവാനോ പുലർത്തുവാനോ ആത്മരക്ഷ ചെയ്യുവാനോ ആരും ഉണ്ടായിരുന്നില്ല. നോക്കി നടത്തുവാനോ പുലർത്തുവാനോ ആത്മരക്ഷ ചെയ്യുവാനോ ആരും 12 വർഷങ്ങൾക്ക് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം പരിതാപകരമായ ദുരിതാവസ്ഥകളിൽ കൂടി കടന്നുപോയ 12 വർഷങ്ങൾക്ക് ശേഷം പരിതാപകരമായ ദുരിതാവസ്ഥകളിൽ കൂടി കടന്നുപോയ 12 വർഷക്കാലം അതിശക്തനായി വീണ്ടും തിരിച്ചുദയമായി അതിശക്തനായി വീണ്ടും തിരിച്ചുദയമായി ആനന്ദജി ഗുരുദേവനിൽ കൂടി വാണിരുന്നു കൊണ്ടാണ് ആനന്ദജി ഗുരുദേവനിൽ കൂടി വാണിരുന്നുകൊണ്ടാണ് ഉന്നതമാകുന്ന ഈ ആദർശത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ മനോഹരമായി വളർത്തി ഉയർത്തിയത്. ഉന്നതമാകുന്ന ഈ ആദർശത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ മനോഹരമായി വളർത്തി ഇതിന്റെ നിയമ സംഹിതകളെല്ലാം പുതുക്കി സ്ഥാപിച്ചു. ഇതിന്റെ നിയമസംഹിതകളെല്ലാം പുതുക്കി സ്ഥാപിച്ചു. ലോകോപകാരമായ ഒരു ആത്മാവ് ജീവിക്കുവാൻ തക്ക വിധത്തിലുള്ള പ്രചോദനം കൊടുത്തു. ലോകോപകാരമായ ഒരു ആത്മാവ് ജീവിക്കുവാൻ തക്ക വിധത്തിലുള്ള പ്രചോദനം വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ കിടന്ന അനേകം ആത്മാക്കളെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ കിടന്ന അനേകം ആത്മാക്കളെ എല്ലാവർക്കും കണ്ണിലുണ്ണികൾ ആകത്തക്ക വിധം ഉത്ബോധം കൊടുത്ത് ഉത്തമന്മാരാക്കി തീർത്തു. എല്ലാവർക്കും കണ്ണിലുണ്ണികളാകത്തക്ക വിധം ഉത്ബോധം കൊടുത്ത് ഉത്തമന്മാരാക്കി അനേകം കുടുംബങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചു. അനേകം കുടുംബങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് വീണ്ടെടുത്തു. ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് ഊമനെ സംസാരിപ്പിച്ചു. ഭ്രാന്തന് സുഖം കൊടുത്തു. അങ്ങനെ അനേകം അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തി. അനേക ആയിരങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. ആനന്ദം പറഞ്ഞു കൊടുത്തു, പാടിക്കൊടുത്തു. ഉന്നതനാകുന്ന ദൈവം അങ്ങനെ ആനന്ദ നടനമാടിയ 26 വർഷം എന്നും ആത്മബോധോദയ സംഘത്തിന്റെ സുവർണ കാലഘട്ടമായി ലോകമുള്ള നാൾ വരെ അനുസ്മരിക്കും. ഇന്ന് നമ്മുടെ വിവേകാനന്ദ സ്വാമി യുവയിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടെ സന്ദർശിച്ച ഒരു ക്ഷേത്രത്തെ പറ്റി എന്നോട് സംസാരിച്ചു. അതോരാതെ ഞാൻ എല്ലാവരും സംസാരിക്കുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞത് അവിടെ ഒരു ഗുരു പരമ്പരയാണ് ആ ക്ഷേത്രം നിർമ്മിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ 6ാമത്തെ ഗുരുവാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പരമ്പരയായിട്ടാണ് അവിടെയും ആ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ ആദർശത്തെ സ്ഥാപിച്ച ഗുരുവും തിരിച്ചു വീണ്ടും വന്ന് ഉന്നതമായതിനെ പുലർത്തിയ ഗുരുവും ചേർന്നുള്ള പ്രതിഷ്ഠയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് വലിയ അത്ഭുതമായിട്ടും സന്തോഷമായിട്ടും തോന്നിയെന്ന് പറഞ്ഞു. നമ്മളും ഇവിടെ 2 ഛായാചിത്രങ്ങളും പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട്. ആദ്യകാലത്ത് തോന്നി എന്തിനാ 2 പ്രതിഷ്ഠ എന്നായിരുന്നു. ഇപ്പൊ ചിലർക്ക് തോന്നുന്നത് 3ഉം 4ഉം ഒക്കെ വെക്കാത്തതെന്ന് തോന്നും. അത് ഇവിടുത്തെ സ്ഥലപരിമിതി കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും വെച്ചേനെ. ഇപ്പൊ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ സൈഡിൽ ഒരു പീഠ ഒരുക്കി അവിടെ ഞാൻ പ്രതിഷ്ഠിക്കാറുണ്ട്. കാരണം എന്നും വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി വലുതായി ആശ്രമം പണിയിച്ചാൽ ഇതെല്ലാം ഞാൻ നിരത്തി വെക്കും. ആരാക്ഷേപിച്ചാലും നിന്ദിച്ചാലും വെക്കും, യാതൊരു സംശയവും. കാരണം എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, മാറ്റമില്ലാതെന്നും വാഴുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, മാറ്റമില്ലാതെന്നും വാഴുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, മാറ്റമില്ലാതെന്നും വാഴുന്നുണ്ട്. എൻ്റെ
ദൈവം തന്റെ സ്വന്തം സ്വർഗത്തിലാണ് എന്നും വാഴുന്നത്. ഭഗവാന്റെ സ്വന്തം സ്വർഗത്തിലാണ് എന്നും അത് വാഴുന്നത്. ഈ ലോകത്തിൽ, ഈ നരകത്തിൽ, നരശരീരത്തിൽ ഈ ലോകത്തിൽ, ഈ നരകത്തിൽ, ഈ നരശരീരത്തിൽ ആ സ്വർഗം പണിയിച്ച് ഒരുക്കി എടുക്കുവാൻ സ്വർഗം പണി ചൊരുക്കി എടുക്കുവാൻ ഇതെല്ലാം ത്യാഗമാണ് ഓരോ ശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് സഹിക്കുന്നത്. ഇതെല്ലാം ത്യാഗമാണ് ഓരോ തിരുശരീരങ്ങളും. അങ്ങനെ ഓരോന്നോരോന്ന് ഒരുക്കിയെടുത്ത് ഓരോന്നോരോന്ന് തന്റെ അധിവാസ സ്ഥലമാക്കി തീർത്ത് ഭഗവാന്റെ അധിവാസ അതിലേക്ക് എഴുന്നള്ളിയിരുന്നുകൊണ്ടാണ് നിങ്ങളെ ദർശിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. ഇതിലേക്ക് എഴുന്നള്ളിക്കൊണ്ടാണ് നമ്മളെ ദർശിക്കുന്നതും ഇത് അനുഗ്രഹിക്കുന്നതും. നിങ്ങൾ ഒരു കാലത്തും മറന്നു പോകരുത്. നമ്മൾ ഒരു കാലത്തും മറന്നുപോകും. ഒരു ശരീരവാഴ്ചയും നിന്ദിക്കാൻ ഇടയാകരുത്. ഒരു ശരീരവാഴ്ചയ്ക്ക് നീക്കുവാൻ ഓരോ നിമിഷവും ഓരോ ആത്മാവിനെയും രക്ഷിക്കുവാൻ വേണ്ടി, ഓരോ നിമിഷവും ഓരോ ആത്മാവിനെയും രക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം വേദനകളും എന്തെല്ലാം യാതനകളും എന്തെല്ലാം കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടാണ് എൻ്റെ ദൈവം ലോകത്തിൽ വാഴുന്നതെന്ന് ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്തെല്ലാം വേദനകളും എന്തെല്ലാം യാതനകളും എന്തെല്ലാം കഷ്ടതകളും സഹിച്ചുകൊണ്ടാണ് എന്റെ ദൈവം ലോകത്തിൽ വാഴുന്നത് നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സുഖം ആത്മാവിൽ എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സുഖം ആത്മാവിൽ അങ്ങനെ സുഖത്തിൽ എന്നും വളരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സുഖത്തിൽ എന്നും വളരെ അങ്ങനെ ഉന്നതനാകുന്ന ദൈവത്തെ ലോകത്തിലേക്ക് അറിയിക്കുവാൻ ഉന്നതനാകുന്ന ദൈവത്തെ ലോകത്തിലേക്ക് അറിയിക്കുവാൻ തിരിച്ചു വന്ന അത്ഭുത പുരുഷനായി വാണിരുന്ന പൊന്നുതിരുമേനിയുടെ തിരിച്ചു വന്ന അത്ഭുത പുരുഷനായി വാണിരുന്ന പൊന്നുതിരുമേനിയുടെ ഉത്രാടൻ ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമാണ് നടന്നുകൊണ്ടേ. അതിന്റെ സമാപനമാണ് നമ്മൾ ജൂലൈ മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ആയി നടത്തുന്നത്. അതിന്റെ സമാപനമാണ് ജൂലൈ മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെയായി നടത്തുന്നത്. 10 ദിവസം ഉത്സവ ആഘോഷങ്ങളാണ് നടത്തുന്നത്. 10 ദിവസം ഉത്സവ ആഘോഷങ്ങളാണ് നടത്തുന്നത്. എന്തൊരു ഉത്സവമാണ് നമ്മൾ നടത്തുന്നത്? ഉത്സവമാണ് നമ്മൾ ഉത്സവം ആഘോഷിക്കാം, ഉത്തമ പുരാണ പുരുഷനാകുന്ന ജഗദീശ്വരൻ വന്ന് സർവജ്ഞാനോത്സവമാണ് അറിയിച്ചിരിക്കുന്നത്. ജഗദീശ്വരൻ വന്ന് സർവജ്ഞാനോത്സവമാണ് അറിയിച്ചിരിക്കുന്നത്. അറിവിന്റെ ഉത്സവം, അറിവിന്റെ ഉത്സവം, വെറും അറിവല്ല, സർവ്വ അറിവുകളും കൂടിച്ചേർന്ന ഉത്സവം. സർവ്വ അറിവുകളും കൂടിച്ചേർന്ന ഉത്സവം. ആ വിധത്തിൽ ഉന്നതമായത് ഒരുക്കി നമുക്ക് ഒത്തൊരുമിച്ച് നടത്തണമെന്ന് തീരുമാനിക്കുന്നതിന് കൈ ഉയർത്തിക്കണ്ട. വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും സമ്മേളനങ്ങളും കീർത്തനാർച്ചനയും ഒക്കെ നടക്കും. ഓരോ ദിവസവും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും സമ്മേളനങ്ങളും കീർത്തനാർച്ചനയും ഒക്കെ നടക്കും. അതുപോലെ പ്രകാശയാത്ര, രഥവാഹന ഘോഷയാത്ര, ജന്മനക്ഷത്ര ഘോഷയാത്ര, അങ്ങനെ ഘോഷയാത്രകൾ തന്നെ 3 വിധത്തിലാണ്. അത് എത്ര വേണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇപ്പോ 3 ദിവസമായി നമ്മുടെ UAE നടക്കുന്ന പരിപാടിയിൽ 3 സ്ഥലത്താണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ 3 സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ഭക്തജനങ്ങളെല്ലാം വാഹനത്തിൽ പോകണം. അപ്പൊ സ്വാമിമാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ഇവരെല്ലാം കൂടെ നിരന്നൊരു യാത്ര. അപ്പൊ എന്തോ ആയി? വാഹനഘോഷയാത്രയായി അല്ലേ? അവിടെ നിന്ന് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും യാത്ര, വീണ്ടും ഇന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര. ഇത് തന്നെ ഒരു ഘോഷയാത്ര ആയില്ലേ? ഇന്നലെ അവർ എടുത്തിരുന്ന ആ കോമ്പൗണ്ടിനുള്ളിൽ വെളിയിലേക്ക് ഇറങ്ങി നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് കോമ്പൗണ്ടിനുള്ളിൽ ഒരു 3-4 പ്രദക്ഷിണം നടത്തി പ്രകാശയാത്ര. അവർക്കതിന് യാതൊരു സങ്കോചവും ഇല്ല. ഞങ്ങളിങ്ങനെ എടുക്കോ ഞെരുക്കോ ഒക്കെ ആരെങ്കിലും കണ്ടാലോ, ക്യാമറ എടുത്താലോ, ഫോട്ടോ എടുത്താലോ ഒരു ഭയവും അവർക്കില്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എൻ്റെ ഗുരുവിന്റെ അറിവിൽ കൂടിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവരെ നടത്തുന്നത്. ആ അറിവ് അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിവ് അവരിൽ കൂടി കർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിവ് അവരെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ പ്രകാശയാത്ര ഇന്നലെ നടത്തി. ഉന്നതമായ ആനന്ദാവസ്ഥയിലാണ് നടത്തിയത്. അപ്പോ അവർക്ക് ആഗ്രഹം, ഇവിടെ ശരീരപ്രകാരം ഞാനിവിടെ എഴുന്നള്ളുന്നത് കാണുന്ന അവസ്ഥ ഇല്ലല്ലോ. അപ്പൊ അതിന് എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കട്ടൗട്ട് ആക്കി വെച്ച് ആ വരുന്ന ഭാഗത്ത് പ്രകാശയാത്ര കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു കട്ടൗട്ട് എടുത്ത് വെച്ച് അങ്ങ് ഒരുക്കി. ഇപ്പൊ തിരിച്ചെല്ലാരും വന്നപ്പോൾ അവിടെ നിൽക്കുന്നു ഇങ്ങനെ
ദേവാനന്ദ ഗുരുദേവൻ ഇങ്ങനെ നിൽക്കുക എഴുന്നള്ളിക്കുക. അപ്പോൾ എല്ലാവർക്കും അതും ഒരു അത്ഭുതം. ഇങ്ങനെ എല്ലാം അത്ഭുതമായി ദൈവം ഓരോ കുഞ്ഞുങ്ങൾ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സന്നിധാനത്തിൽ ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി ഇത്രയും ജനങ്ങളെ ഇവിടെ എത്തിച്ച് ഈ ആനന്ദത്തിൽ വളർത്തുന്ന ഗുരുവിന്റെ നാമത്തിൽ ഇങ്ങനെ ഘോഷയാത്ര നടത്തുന്നത് വേണം എന്ന് തീരുമാനിക്കുന്നതിന് കൈയടിച്ചു കേട്ടോ. അങ്ങനെ അത്ഭുത പുരുഷന്റെ തിരുശബ്ദം നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുമാറാകട്ടെ. അങ്ങനെ ഓരോ കർമ്മങ്ങളും നമുക്ക് ഉന്നതമായിട്ട് ഒരുക്കി അങ്ങനെ നടത്തണം. രഥവാഹന ഘോഷയാത്ര നടക്കുന്നത് കരുനാഗപ്പള്ളിയിൽ പുതിയകാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാവിലെ മുതൽ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭക്തിഗാന സുധ നടത്തും. അത് കഴിഞ്ഞ് ചെറിയൊരു സമ്മേളനം, അത് കഴിഞ്ഞ് പ്രകാശയാത്ര ആരംഭിക്കും. അത് കഴിഞ്ഞ് ഓച്ചിറയിലും കായംകുളത്തും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ സ്വീകരണങ്ങളുണ്ട്. സ്വീകരണമൊന്നും അധികം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സമയക്കുറവ് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ റോഡിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ പല വിധത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളിന് ഉപദ്രവം ഉണ്ടാക്കരുത്. എന്നാൽ നമ്മുടെ കർമ്മം നടക്കുകയും വേണം. അപ്പൊ ആ വിധത്തിൽ അതെല്ലാം ഒരുക്കി നടത്തി ഇങ്ങോട്ട് വന്ന് വീണ്ടും ഒരു സമ്മേളനം നടത്തിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഒരു സമ്മേളനം നടത്തുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പ്രകാശയാത്രയായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ ചെട്ടികുളങ്ങരയിൽ നിന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വളരെ സൗകര്യക്കുറവാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുകൊണ്ട് മാവേലിക്കരയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം അന്വേഷിച്ചപ്പോൾ മാവേലിക്കര സ്ഥലമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കേട്ടോണ്ടാണ് ചെട്ടികുളങ്ങര തീരുമാനിച്ചത്. അപ്പൊ ഇപ്പൊ പറയുന്നത് ചെട്ടികുളങ്ങര വാഹനം ഇടാൻ സ്ഥലമില്ല, അതുകൊണ്ട് മാവേലിക്കരയാക്കാവുന്നു. അങ്ങനെ മാവേലിക്കരയിൽ നിന്ന് പ്രകാശയാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ വാഹനങ്ങൾ അവിടെ അധികം പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വാഹനങ്ങളിലല്ലല്ലോ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ആളിനെ അവിടെ ഇറക്കുക, വാഹനങ്ങൾ ഇഞ്ഞു പോരുക. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ദൈവത്തിന്റെ കാരുണ്യത്താൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അവിടെ അതിന്റെ സൗകര്യം അനുസരിച്ച് അടുക്കായിട്ടിട്ട് മറ്റൊരാളിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിരത്തിയിട്ടിട്ട് ഏതെങ്കിലും ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ തിരിച്ചു പോവാം. ഡ്രൈവർമാർക്ക് എല്ലാം കൂടി തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ അവിടെ വാഹനം പാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് അനൗൺസ്മെന്റ് വാഹനവും മെഡിക്കൽ എയ്ഡിന്റെ ഒരു വാഹനവും രഥവാഹനങ്ങളും അത്യാവശ്യം ഈ നടക്കാൻ തീരെ വയ്യാത്ത സ്വാമിമാർക്ക് ആർക്കെങ്കിലും അമ്മമാർക്കോ പോകണമെങ്കിൽ ഒരു വാഹനം അങ്ങനെ ഇട്ടിരുന്നാൽ മതി. ബാക്കി എല്ലാം ഇഞ്ഞു പോരാം, ഒരു കുഴപ്പമില്ല. ഏതായാലും എല്ലാം അതിൻ്റെതായ നിയമം അനുസരിച്ച് ഒരുക്കി ദൈവമേ എന്നുള്ള ആശ്രയത്തോടു കൂടി. ഞങ്ങളെ പ്രകാശയാത്രയൊക്കെ ഒത്തിരി കണ്ടതാണ്, ഞങ്ങൾക്ക് അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് പോയാൽ ദൈവവും ദൂതന്മാരും വരികയില്ല. നമുക്ക് ആശ്രയിക്കണം. ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ കൂടെ എന്നും വസിക്കണേ. സർവകാര്യവും മംഗളമായി പൊന്നുനാഥൻ നടത്തണേ. സർവകാര്യവും മംഗളമായി പൊന്നുനാഥൻ നടത്തണേ. ആശ്രയിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നടക്കാത്തത് ഒന്നുമില്ല. ഒരു കാലത്ത് കാവ്യവസ്ത്രധാരികൾക്ക് കാലുകുത്താൻ നിർവാഹമില്ലാതിരുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മുടെ 2 സ്വാമിമാർ പോയി നിന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നത്. എന്തുകൊണ്ട്? ദൈവശബ്ദം പ്രകൃതിയിൽ നിലനിൽക്കുകയായി. എന്റെ സന്യാസിമാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് ദൈവമായിരുന്നു. അത് ഏത് പ്രകാരത്തിൽ നടപ്പിലാക്കി
ഏത് പ്രകാരത്തിൽ നടപ്പിലായേ മതിയാവൂ. എന്തുകൊണ്ട്? ഈ സൃഷ്ടി ലോകത്തെ ഉളവാക്കിയ ദൈവമാണ് ഈ ലോകത്തിൽ വന്നു നിന്നുകൊണ്ട് ഇപ്രകാരം തിരു ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നത്. ലോകത്തെ ഉളവാക്കിയ ദൈവമാണ് ഈ ലോകത്തിൽ വന്നു നിന്നുകൊണ്ട് ഇപ്രകാരം തിരു ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് അത് നടപ്പായേ മതിയാവും. ബ്രഹ്മം ജ്ഞാനബ്രഹ്മമായി ശക്തിബ്രഹ്മമായി ഈ കർമ്മരൂപത്തിൽ ലോകത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. അങ്ങനെ പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ തിരുനാളാണ് നമ്മൾ ഉത്രാടമായി ആഘോഷിക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്ന് എല്ലാം ഒരുക്കി നടത്തുക. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാതപസ്സിനെ ലോകമുമ്പാകെ അറിയിക്കുവാൻ നമ്മൾ മഹാഗോപുരം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരു അനുഭവം കൂടിയുണ്ട്. നമ്മുടെ 2-3 പേർ എന്നോട് പറഞ്ഞു, ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്വാമി ഇവരെ കൊണ്ടു നടന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ സ്വപ്ന ദർശനത്തിൽ കണ്ട് ചെയ്യിച്ചതാണ്. അപ്പോ അവരെല്ലാം ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരിങ്ങനെ കണ്ടു കേട്ടു ഇങ്ങനെ പോരുകയായിരുന്നു. ഇത് കേട്ടപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളും സ്വാമിമാരും ഒക്കെ ഒന്ന് സ്തബ്ധരായി ഇവിടെ നിന്നു. അപ്പൊ ഈ സ്വാമിക്ക് തന്നെ സംശയം എന്താ ഇത് പറഞ്ഞപ്പോ ഇവർക്ക് ഇത്ര ഒരു അത്ഭുതം പോലെ ഒരു അതിശയം പോലെ. അപ്പൊ അവർ ആ സംശയം തോന്നിയെന്ന് നമ്മുടെ സുജിഭക്തന് മനസ്സിലായി. സുജിഭക്തന് ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് സംസാരിച്ചു, എന്റെ ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ അവിടെ ഒരു ഗോപുരം പണിയിക്കുന്നുണ്ട്. അത് പണിയിപ്പിക്കുന്നത് പുരുഷന്മാരാരുമല്ല, പണിയുന്നത് പുരുഷന്മാരാരുമല്ല. ആ ഒരു മാതാവിൽ കൂടി ദൈവം ഈ ദർശനങ്ങൾ കൊടുത്ത് അവിടെ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ അനുഭവമായതുകൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധയുണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞത് എന്ന് ഞാനീ പറഞ്ഞതുപോലല്ല. സുജി അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ ആ സ്വാമിയോട് പറഞ്ഞു. അവസാനം ആ സ്വാമി ഇവരുടെ കൂടെ ഒരാളായി മാറി. അവർക്ക് പറഞ്ഞിരുന്ന സമയമൊക്കെ ലംഘിച്ച്, അംഗസംഖ്യ പറഞ്ഞിരുന്നൊക്കെ ലംഘിച്ച് അവരുടെ നമ്മുടെ ആളുകളുടെ സ്ഥാപനമാക്കി അങ്ങ് മാറ്റി കുറച്ചു നേരത്തേക്ക്. അതാണ് ദൈവത്തെ വർണ്ണിച്ചാൽ ഉണ്ടാകുന്ന ഗുണമതാണ്. ദൈവകർമ്മങ്ങളെ വർണ്ണിച്ചു കേൾപ്പിച്ചാൽ ആർക്കും കൗതുകമുണ്ടാകും. ആ കൗതുകമാണ് ഒന്നിപ്പിക്കുന്നത്. ഗുരുവരന്റെ അറിവിൽ കൂടി ഏകോപിക്കുവാനാണ് ഞാൻ സർവജ്ഞാനോത്സവത്തെ നടത്തുന്നത്. ഒന്നും അറിയാത്ത രാജ്യത്ത്, ഒന്നും അറിയാത്ത സന്താനങ്ങളിൽ ദൈവത്തെ വർണ്ണിച്ചപ്പോൾ ഇങ്ങനെ ഏകോപിക്കുവാൻ ഇടയായെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവകർമ്മങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഒന്നാകാൻ കഴിയുന്നില്ല? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. ആ അറിവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ച് ഒന്നായി ആനന്ദിക്കുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആ മഹാഗോപുര നിർമ്മാണം എത്രയോ അത്ഭുതമാണ് എന്ന് ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്തൂപത്തെ പറ്റിയാണ് അവർ പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മളൊരു മഹാഗോപുരമാണ് നിർമ്മിക്കുന്നത്. ആ അതിന്റെ വർണ്ണനമാണ് ഇനി നമ്മൾ വർണ്ണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ എന്റെ നിയമം പാലിച്ച് ജീവിക്കുന്ന അരുമസന്താനങ്ങൾ പരസ്പരം വിവാഹത്തിൽ ഏർപ്പെട്ട് അവർക്കുണ്ടാകുന്ന നിയമസന്താനങ്ങൾ ഈ ലോകത്തിൽ ജനിച്ചു വളർന്ന് ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്ത് വിവിധ കലകളെ പരിശീലിച്ച് അവർ വന്ന് ഇതിനെ പരിശോധിക്കും. എന്നിട്ട് അവർ വർണ്ണിക്കും, ഓ എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. കഴിവുണ്ടല്ലോ
അല്ലെങ്കിൽ അനുഷ്ഠിച്ച മഹാതപസ്സിന്റെ സ്മരണയ്ക്കായി എല്ലാ ആത്മാക്കൾക്കും ഏകാത്മാവാകുന്ന പരമാത്മാവ് ഈ ലോകത്തിൽ വന്ന് സഹിച്ച മഹാതപസ്സിന്റെ സ്മരണയ്ക്കായി ആ ഉന്നതമായ ഗോപുരം നിർമ്മിക്കുകയാണ്. ഉന്നതമായ മഹാഗോപുരം ആ തപസ് അവസാനിക്കുന്ന തപസ്സല്ല. ആ തപസ് അവസാനിക്കുന്ന തപസ് അവസാനിച്ചാൽ ലോകം ഇല്ലാതെയാണ്. തപസ് അവസാനിച്ചാൽ ലോകമില്ല. ആ തപശക്തിയിലാണ് ഈ ലോകം നിലകൊള്ളുന്നത്. തപശക്തിയിലാണ് ഈ ലോകം. ആ തപസ്സാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. തപസ്സാണ് ഇന്നും തുടർന്ന്. ആ മഹാതപസ്സാണ് അവിടെ വിളംബര ഗോപുരമായി ഉയരുന്നത്. ആ മഹാതപസ്സാണ് അവിടെ വിളംബര പൂർത്തിയാക്കി കാണുവാൻ അത് പൂർത്തിയാക്കി മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം അതിനായി നിലനിർത്തിയിരിക്കുന്ന അത്ഭുത ജന്മത്തെ, നിലനിർത്തിയിരിക്കുന്ന അത്ഭുതം എന്റെ ആത്മദീപത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ സർവശക്തി എന്നും കരുതി രക്ഷിക്കട്ടെ. ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ സർവശക്തി എന്നും കരുതി രക്ഷിക്കട്ടെ. ആത്മാനന്ദ ദീപമായി കരുതി വളർത്തട്ടെ. ആത്മാനന്ദ ദൈവമായി കരുതി വളർത്തട്ടെ. ഉന്നതമാകുന്ന കർമ്മങ്ങളിൽ ഉന്നതമാകുന്ന കർമ്മങ്ങളിൽ നമ്മുടെ രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും ആ ഓമന കുഞ്ഞുങ്ങളെയും ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈശ്വരകാരുണ്യത്താൽ ആയുരാരോഗ്യത്തോടെ കരുതുമാറാകട്ടെ. ഈ സർവജ്ഞാനോത്സവത്തിന് ഈ സന്നിധാനത്തിൽ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്ന, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ സന്താനങ്ങൾക്കും ഇവിടെ വന്നു ചേരുവാനും ഈ ആനന്ദോത്സവത്തിൽ പങ്കാളികളാകുവാനും മഹാശക്തി പ്രകൃതിയിൽ കൂടി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഊഞ്ഞാൽ പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമത്തിന്റെ വാർഷികവും ഈ വരുന്ന 27-ാം തീയതി നടക്കുന്നുണ്ട്. ആ മഹാരാഷ്ട്രയിൽ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറഞ്ഞൊരു കൂട്ടം സന്താനങ്ങൾ അവിടെ സഭയായി നടത്തുന്നുണ്ട്. അവിടെയും ഒരു സർവജ്ഞാനോത്സവം നടത്തണമെന്ന് അവരുടെ അതിയായ ആഗ്രഹത്തെയും അപേക്ഷയും സ്വീകരിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച 23-ാം തീയതി അവിടെ സർവജ്ഞാനോത്സവം നടത്താൻ അനുവദിച്ചിരിക്കുകയാണ്. അവിടെയും ഉന്നതമായ നിലയിൽ അതെല്ലാം ഒരുങ്ങി നടക്കുമാറാകട്ടെ. 24-ാം തീയതി ഉത്രാടം പക്കനാൾ ദിനത്തിൽ അമ്പർനാഥ് ശാഖാശ്രമത്തിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന ആ കെട്ടിടത്തിൽ അതിന്റെ പുതുക്കിപ്പണി നടത്തി. ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ താൽക്കാലികമായി നമ്മുടെ ഛായാചിത്ര പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. അത് ഉന്നതമായ നിലയിൽ നടക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ വിജ്ഞാനാനന്ദ സ്വാമി അവിടേക്ക് അയക്കുകയാണ്. നാസിക്കിലെ പരിപാടിക്ക് വേണ്ടി ഗുരുകർമാനന്ദ സ്വാമിയെയും വിജ്ഞാനാനന്ദ സ്വാമിയും കൂടിയാണ് അയക്കുന്നത്. എല്ലാം ഉന്നതമായി നടത്തുവാനും നടത്തിക്കുവാനും ആത്മലോകത്തെ ദർശിച്ച് അനുഗ്രഹിക്കുവാനും ആത്മനാഥൻ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. വന്നുയർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇതാ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ആനന്ദ ലോകത്തിലാണ്. ഇത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. ഇനിയും വന്ന് കാണും വരെയും ഈ ആനന്ദം നിലനിർത്തുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ടവരെയും ഉന്നതമായ ആദർശത്തിൽ കൂടി ജീവിച്ച് നിത്യാനന്ദത്തിൽ എത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കടന്നു നിൽക്കുന്ന ഗുരുപ്രസാദിനി അമ്മയുടെ ആത്മാവിനിത നിത്യശാന്തിയെ കൊടുക്കുകയാണ്. ആ നിത്യാനന്ദത്തിൽ എന്നും ലയിച്ച് നിലകൊള്ളുമാറാകട്ടെ. കൃഷ്ണദാസ് സ്വാമിയുടെ ആത്മശാന്തി പ്രാർത്ഥനയാണ് അടുത്ത ഞായറാഴ്ച. അത് കഴിഞ്ഞ് ജൂലൈ മാസം 7-ാം തീയതിയാണ് സത്യവ്രത സ്വാമിയുടെ ആത്മശാന്തി പ്രാർത്ഥന. എല്ലാം ഈശ്വരൻ സ്വീകരിച്ച് നിത്യശാന്തിയെ ദാനം ചെയ്യട്ടെ. ആത്മലോക രക്ഷയ്ക്കായി ആത്മനാഥൻ പ്രത്യക്ഷമായി എന്നും വാഴട്ടെ. എന്നും വാഴട്ടെ. എപ്പോഴും വാഴട്ടെ. ആർക്കുമായി വാഴട്ടെ.